വിജിതേച്ചി എന്തിനാ കൈ അവിടെ വെക്കുന്നത്? രാത്രി ചിന്നുകുട്ടിയുടെ ചോദ്യം കേട്ടപ്പോൾ അവൾ ഉറങ്ങിയില്ലെന്ന് മനസ്സിലാക്കി അർദ്ധമയക്കത്തിലായിരുന്ന വിജിത വേഗം കൈയെടുത്തു. ചിന്നുകുട്ടി എന്ന 6ാം ക്ലാസ്സുകാരി വിജിതയുടെ അച്ഛൻ ശേഖരന് 2ാം കെട്ടിലുള്ള ഭാര്യ രമണിക്ക് മുൻ ഭർത്താവിലുണ്ടായ മകളാണ്. വിജിതയുടെ അമ്മ മരിച്ചതിനു ശേഷം ചിന്നുകുട്ടിയുടെ അമ്മയായ രമണിയെ ശേഖരൻ എന്ന ചെത്തുതൊഴിലാളി കല്യാണം കഴിക്കുമ്പോൾ ചിന്നുകുട്ടിക്ക് 2 വയസ്സായിരുന്നു. അച്ഛൻ ഉപേക്ഷിച്ചു പോയ ചിന്നുകുട്ടിയെയും അമ്മ രമണിയെയും ശേഖരൻ ആ വിവാഹത്തിലൂടെ സംരക്ഷിക്കുകയായിരുന്നു. ആ സമയത്ത് വിജിതയ്ക്ക് 10 വയസ്സായിരുന്നു പ്രായം. പെട്ടെന്നുള്ള അമ്മയുടെ മരണം വിജിതയിൽ വൈകാരിക ആഘാതം ഏൽപ്പിച്ചിരുന്നു. വിഷാദത്തിന്റെ വക്കിൽ നിന്ന് മകളെ കരകയറ്റാനായി ബന്ധുക്കൾ ശേഖരനെ വിവാഹത്തിന് പ്രേരിപ്പിച്ചു. നിർബന്ധത്തിന് വഴങ്ങി ശേഖരൻ വിവാഹം കഴിച്ചു. അമ്മയുടെ മരണവും അമ്മയുടെ ഓർമ്മകളുടെ മണവുമുള്ള ആ വീട്ടിൽ വിതുമ്പുന്ന മനസ്സോടെ അവൾ തനിച്ചു കഴിയവേ തീരെ അപരിചിതയായ പുതിയ അമ്മയുടെ വരവും ഒപ്പം ആ കുഞ്ഞനിയത്തിയും അവൾക്ക് സമാധാനമുണ്ടാകുമെന്ന് എല്ലാവരും കരുതി. എങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമുള്ള വിഷമം ഉണ്ടാക്കുന്നതെന്ന വസ്തുത ആരും അറിഞ്ഞില്ല. ആകെ ആശ്രയമായ അച്ഛൻ്റെ സ്നേഹം പുതിയ അനിയത്തിക്ക് പങ്കിട്ടു പോകുന്നത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കരാർ അടിസ്ഥാനത്തിൽ ചെത്തുന്നതോടുകൂടി കൂടുതൽ ആൾക്കാരെ വെച്ച് ജോലി ചെയ്യിപ്പിക്കുന്ന അച്ഛൻ്റെ വരുമാനമാർഗം നാൾക്കുനാൾ വർദ്ധിച്ചപ്പോൾ അവൾക്ക് പഠിക്കാൻ പുതിയ വാതിലുകൾ തുറന്നു കിട്ടുകയായിരുന്നു. UP സ്കൂൾ തൊട്ട് +2 വരെ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിച്ചു മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ കൂട്ടുകാരികളുമായി ലേറ്റസ്റ്റ് ഹോസ്റ്റലുകളിലാണ് അവൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. വീട്ടുകാരുമായുള്ള അടുപ്പം തുലവും കുറഞ്ഞു. ചിലവിനുള്ള കാശിനായി അച്ഛനുമായുള്ള കമ്മ്യൂണിക്കേഷൻ ബന്ധം അവളെന്നും നിലനിർത്തി. നരവംശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമെടുത്ത് ജോലിക്കുള്ള ശ്രമവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ് വിജിത. മാനവകുലത്തിന്റെ തായ്വേര് കണ്ടെത്തുന്ന ഉദാത്തവും ഗവേഷണാത്മകവുമായ നരവംശാസ്ത്രം ഭൂമിയിൽ മറ്റു ജീവജാലങ്ങളെ അപേക്ഷിച്ച് മാനവ സംസ്കാരത്തിന്റെ മൂല്യവും സ്വയമാർജിത അതുല്യ മര്യാദാക്രമവും കൊണ്ട് ബലപ്പെട്ട ഒരു സമൂഹജീവിയാണ് മനുഷ്യനെന്ന് അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കവേ വിധിയുടെ വിളയാട്ടം എന്നതുപോലെ ആ പഠനത്തിൽ നിന്നും ലഭിക്കേണ്ടുന്ന സദ്ഗുണത്തിന് പകരം ക്യാമ്പസുകളിൽ നിന്നും ലഭിച്ച മയക്കുമരുന്നുകളും ലഹരികളും കൂടി അവളിൽ വിപരീത ചിന്തയാണ് ഉണർത്തിയിരിക്കുന്നത്. മനുഷ്യൻ മാത്രമാണ് ഇത്തരം അനാവശ്യ പ്രോട്ടോക്കോളുകൾ പാലിച്ച് ഭൂമിയിൽ ലഭിച്ച ഒരു ജന്മം പാഴാക്കി കളയുന്നത്. ഇതര ജീവജാലങ്ങളെ അപേക്ഷിച്ച് ഭൗതിക സുഖങ്ങൾ അനുഭവിക്കുന്നതിൽ മനുഷ്യന് മാത്രമാണ് ഇത്തരം നൂലാമാലകൾ പ്രതിബന്ധം സൃഷ്ടിക്കുന്നത്. പ്രായവർണ്ണ ബന്ധ സ്ഥാന വ്യത്യാസമില്ലാതെ ഇതര ജീവജാലങ്ങൾ ഭൂമിയിലെ ജന്മം ആസ്വദിച്ച് കഴിയുന്നത് ഇത്തരമൊരു നിബന്ധന ഇല്ലാത്തത് കൊണ്ടാണെന്നോ അത്തരത്തിലുള്ള ജീവിതം നല്ലതാണെന്നൊക്കെയുള്ള വൈകല്യ ക്രൂര ചിന്തയുടെ ഒരു പിടിയിലാണ് അവളിപ്പോൾ. ചേച്ചിയുടെ സ്പർശനം കൊണ്ട് ചിന്നുകുട്ടി ഉണർന്നെങ്കിലും ചിന്നുകുട്ടിയുടെ ചിന്ത വേറൊരു ലോകത്തായിരുന്നു. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾക്ക് ശോഭന ടീച്ചർ സാമൂഹ്യ വനവൽക്കരണത്തിന്റെ ഭാഗമായി സ്കൂളിൽ നിന്നും വിതരണം ചെയ്ത വൃക്ഷത്തൈകളുടെ കൂട്ടത്തിൽ ലഭിച്ച തേൻമാവിൻ്റെ തൈ അവളുടെ അച്ഛൻ തൊടിയിൽ നട്ടിരുന്നു. ഇപ്പോൾ ആദ്യമായി 2 കുല കണ്ണിമാങ്ങ പിടിച്ചിരിക്കുന്നു. അതിൽ നിന്നൊരു കുല പറിച്ചെടുത്ത് നാളെ കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കാമെന്ന് അമ്മ പറഞ്ഞിരിക്കുകയാണ്. മറ്റേ കുല പഴുക്കാൻ വെക്കണം. അതായിരുന്നു അവൾക്കിപ്പോൾ മുഖ്യം. പിറ്റേന്ന് രാവിലെ അച്ഛൻ മാവിൻ ചുവട്ടിലെത്തി. ആ 2 കണ്ണിമാങ്ങ കുലകളെയും നോക്കി ചിന്നുകുട്ടി പുഞ്ചിരിച്ചു. 4 വർഷം കൊണ്ട് മാവ് ഇത്തിരി പോന്ന ഒരു കുഞ്ഞൻ മരമായി മാറിയിരിക്കുന്നു. ചിന്നുകുട്ടിക്ക് തൻ്റെ കൈ കൊണ്ട് പറിക്കാൻ പറ്റുമോ? അവൾ കൈ പൊക്കി നോക്കി. ആ കണ്ണിമാങ്ങ കുലകൾ അവളെ കൈയെത്തി തൊട്ടു നോക്കി. തൊടാൻ കിട്ടുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഞൊട്ടും ഇത്തിരി മുകളിലാണ്. തൊടിയില കുഞ്ഞു മാവിൻ ചുവട്ടിൽ മോളുടെ പരിശ്രമം കണ്ട് അമ്മ വിളിച്ചു പറഞ്ഞു, എടീ ചിന്നു, മോളെ കുറച്ച് കഴിഞ്ഞു വന്ന് ഞാൻ തന്നെ പറിച്ചു തരാം. മോളെ ഒറ്റയ്ക്ക് പറിക്കണ്ട, കണ്ണിൽ അതിൻ്റെ ചിനപ്പാൽ തെറിച്ചാൽ അപകടമാണ്. ഇങ്ങോട്ട് വാ വേഗം. ചിന്നുകുട്ടി അമ്മയുടെ അടുത്ത് പോയി. അമ്മേ, കണ്ണിമാങ്ങ അച്ചാറിട്ടാൽ എത്ര ദിവസം കഴിഞ്ഞാൽ നമുക്ക് ചോറിന് കൂട്ടാൻ പറ്റും? കുറഞ്ഞത് 2 മാസമെങ്കിലും അടച്ചു വെക്കണം. 6 മാസം വെച്ച് കഴിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അവൾ അമ്പരന്നു. പിന്നെ പതിയെ ചിന്നുകുട്ടിയുടെ മുഖം വാടി. കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ. ദീർഘകാലം കാത്തിരിക്കുക എന്ന് പറയുന്നതൊന്നും അവർക്ക് സഹിക്കാവുന്നതല്ല. അവർക്ക് കാര്യം അപ്പപ്പോൾ നടക്കണം. അടുക്കളയിലെ തിരക്കൊക്കെ ഒഴിഞ്ഞപ്പോൾ രമണി മോളെയും കൂട്ടി ആ മാവിൽ നിന്നും ഒരു കുല കണ്ണിമാങ്ങ പറിച്ചെടുത്തു അടുക്കളയിലെത്തി. അവൾ തയ്യാറാക്കി വെച്ച ഭരണിയിലെ ലായനി കൂട്ടിലേക്ക് മാങ്ങ തുടച്ചു വൃത്തിയാക്കിയിട്ടു. ശേഷം ഭരണിയുടെ അടപ്പ് അടച്ചു വെച്ചു.
രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും അമ്മ പ്രത്യേകം തയ്യാറാക്കിയ അച്ചാറിൻ കൂട്ടുകളിട്ട് ഭരണി വീണ്ടും ഭദ്രമായി അടച്ചു വെച്ചു. ഇനി നമുക്ക് 2 മാസം കഴിഞ്ഞാൽ ഉപയോഗിക്കാം കേട്ടോ ചിന്നുകുട്ടി. ഇനിയും 2 മാസമോ? അപ്പോഴേക്കും ആരുണ്ടാവുമോ എന്തോ. ചിന്നുകുട്ടി ആശങ്കയോടും അല്പം നിരാശയോടും കൂടി വേദന കലർന്ന സ്വരത്തിൽ പറഞ്ഞു. അതെന്താ എൻ്റെ മോൾ അങ്ങനെ പറഞ്ഞത്? കൊത്തിയായിട്ട് വയ്യ, അതുകൊണ്ട് പറഞ്ഞതാ. കൊതിച്ചി പാറു. മോൾക്ക് വേണമെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് തരാൻ കേട്ടോ. അവൾ മൂളി. ദിവസങ്ങൾ അടർന്നു പോയിക്കൊണ്ടിരുന്നു. ഇതിനിടെ ഇടയ്ക്കിടയ്ക്ക് അണിഞ്ഞൊരുങ്ങി വിജിത പുറത്ത് കൂട്ടുകാരെ കാണാൻ പോകുമായിരുന്നു. ജോലി ഇപ്പോഴും ലഭിച്ചിട്ടില്ല. വിജിതേച്ചി ഇന്ന് നമുക്കുച്ചയ്ക്ക് ഊണിന് കണ്ണിമാങ്ങ അച്ചാറുണ്ടാകുമല്ലോ. രാവിലെ പുറത്തു പോയ ചേച്ചി ഉച്ചയോട് അകത്തേക്ക് കയറി വന്നപ്പോൾ ഒരു പ്രത്യേക ശബ്ദത്തിൽ പറഞ്ഞു. തൻ്റെ കൊള്ളരുതായ്മകളെ ഒന്നും കാര്യമാക്കാതെയുള്ള ചിന്നുകുട്ടിയുടെ സ്നേഹം കണ്ടപ്പോൾ വിജിത പറഞ്ഞു, ആണോ മോളെ? എങ്കിൽ മോള് എനിക്ക് ഊണിന് മുമ്പ് അല്പം കണ്ണിമാങ്ങ അച്ചാറെടുത്ത് എൻ്റെ റൂമിൽ കൊണ്ട് തരണം കേട്ടോ. ശരി വിജിതേച്ചി. അമ്മ ഭരണി തുറക്കട്ടെ. ഭക്ഷണത്തിനു മുൻപായി രമണി തട്ടിൻപുറത്തിരുന്ന കണ്ണിമാങ്ങ ഭരണി എടുത്ത് താഴെ വെച്ചു. ഭരണിയുടെ മൂടി തുറന്ന് കണ്ണിമാങ്ങ അച്ചാർ എടുത്ത് രുചിച്ചു നോക്കി. സ്വയംപനായിട്ടുണ്ട്. അമ്മ രുചിച്ച് കണ്ണുറുക്കി പറഞ്ഞപ്പോൾ അത് കണ്ട് പാവം നമ്മുടെ ചിന്നുകുട്ടിക്ക് വായിൽ വെള്ളമൂറി. അമ്മ വിജിത ചേച്ചിക്ക് ഇത്തിരി കണ്ണിമാങ്ങ അച്ചാർ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ആണോ എന്ന് പറഞ്ഞ് രമണി ഒരു കൊച്ചു പ്ലേറ്റിൽ ഇത്തിരി കണ്ണിമാങ്ങ അച്ചാറെടുത്ത് ചിന്നുകുട്ടിയുടെ കയ്യിൽ നൽകി പറഞ്ഞു, മോള് കൊണ്ടുപോയി ചേച്ചിക്ക് കൊടുത്തിട്ട് വാ. അടഞ്ഞു കിടക്കുന്ന വിജിത ചേച്ചിയുടെ റൂമിൻ്റെ വാതിൽ തുറന്നു. ചിന്നുകുട്ടി അകത്തേക്ക് പ്രവേശിച്ചത് ഞെട്ടിപ്പോയി. വിജിത ചേച്ചി പുകവലിക്കുന്നു. കൂടാതെ കയ്യിൽ ഒരു കൊച്ചു കുപ്പിയുമുണ്ട്. ചേച്ചിയുടെ കണ്ണുകൾ ചുവന്നിരിക്കുന്നു. കെട്ടിവെച്ച മുടിയൊക്കെ അഴിച്ചിട്ടിരിക്കുകയാണ്. സ്ത്രീകൾ പുകവലിക്കുകയും കള്ളു കുടിക്കുകയും ചെയ്യുന്നത് കാണുന്നത് വിസ്മയവും ഭയം ഉളവാക്കുന്നതുമായ കാഴ്ചയാണ് ചിന്നുകുട്ടിക്ക്. അവൾ വേഗം പോയി വിജിത ചേച്ചിയുടെ നടപടി അമ്മയെ അറിയിക്കാൻ തിടുക്കമായി. ഇതാ കണ്ണിമാങ്ങ അച്ചാർ. ചിന്നുകുട്ടി അച്ചാറിൻ പാത്രം ചേച്ചിയെ ഏൽപ്പിച്ചു. വിജിത ആർത്തിയോടെ അത് ടച്ചിങ്സായി ഉപയോഗിച്ചു. ചിന്നുകുട്ടി വേഗം തിരിച്ചു പോകാൻ ശ്രമിച്ചു. നിൽക്കടി അവിടെ. വിജിത ചേച്ചി വിളിച്ചത് കേട്ടപ്പോൾ അവൾ നിന്നു. എന്താ? ഇപ്രാവശ്യം ചിന്നുകുട്ടിക്ക് ചേച്ചിയോടുള്ള സ്നേഹമൊക്കെ പോയിരുന്നു. നീ ഇത് അമ്മയോട് പറയോ? അമ്മയോട് മാത്രമല്ല അച്ഛനോടും പറയും. എടുത്തടിച്ച പോലെ ചിന്നുകുട്ടി ധൈര്യത്തിൽ പറഞ്ഞു. വേഗത്തിൽ പുറത്തു പോകാൻ ശ്രമിച്ചു. നീ പറയുമല്ലേടി? വിജിത ചാടി എണീറ്റു ചിന്നുവിനെ പിടികൂടി. പൊക്കിയെടുത്ത് കിടക്കയിലേക്ക് മറിച്ചിട്ടു. തുടർന്ന് കഴുത്തിന് കുത്തിപ്പിടിച്ചു. അപ്പോൾ അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. അമ്മേ! ചിന്നുകുട്ടിയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടു. ഇന്നേക്കുള്ള അച്ചാറെടുത്ത് വെച്ച് ഭരണി തട്ടിൻപുറത്ത് വെക്കുകയായിരുന്നു. അപ്പോൾ ശബ്ദം കേട്ട് രമണി അടുക്കളയിൽ നിന്ന് ഓടി വന്നു. അപ്പോൾ കണ്ട കാഴ്ച രമണിയെ ഒരു നിമിഷം സ്തബ്ധയാക്കി. ചിന്നുകുട്ടിയുടെ കഴുത്തിന് പിടിച്ച് ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുകയാണ് വിജിത. ഉടനെ അവർ ഉച്ചത്തിൽ അലറി. എടീ, എൻ്റെ മോളെ വിടൂ, വിടാനാ പറഞ്ഞത്. അവർ ഒച്ച വെച്ചിട്ടൊന്നും അവൾ പിന്മാറിയില്ല. രമണി വിജിതയെ വട്ടം കയറി പിടിച്ചു, പുറകിലോട്ട് വലിച്ചു. അപ്പോഴേക്കും ആ ക്രൂരകരങ്ങൾ ചിന്നുകുട്ടിയുടെ പിഞ്ചു കഴുത്ത് ഒടിച്ച് ജീവനെടുത്തിരുന്നു. അയ്യോ, ആരെങ്കിലും ഓടി വരണേ, ഈ വിജിതയ്ക്ക് ഭ്രാന്തായേ, കാലമാടി എൻ്റെ മോളെ കൊന്നോ? അവർ ഉച്ചത്തിൽ അലറിക്കരഞ്ഞു. ചിന്നുമോളെ പൊക്കിയെടുത്ത് നോക്കി. ആ ശരീരത്തിൽ ഒരു ശ്വാസം ബാക്കിയില്ലായിരുന്നു. അയ്യോ, എൻ്റെ മോളെ കൊന്നേ എന്ന് പറഞ്ഞ് രമണി വിലപിക്കുന്ന നേരത്ത് കള്ളുചെത്തിന് പോയ ശേഖരൻ വീട്ടിലേക്ക് കയറി വന്നത്. ശേഖരേട്ടാ, നോക്കൂ ഏട്ടാ, ഈ വിജിത നമ്മുടെ മകൾ ചിന്നുകുട്ടിയെ കഴുത്ത് തിരിച്ചു കൊന്നു ശേഖരേട്ടാ. അയ്യോ, ഞാനിത് എങ്ങനെ സഹിക്കും? പെട്ടെന്ന് കടന്നു വന്ന ശേഖരന് വീട്ടിൽ സംഭവിച്ചത് എന്തെന്ന് മനസ്സിലായില്ല. ഞൊടിയിൽ സംഭവത്തിൻ്റെ ഒരു ഏകദേശ രൂപം അയാൾ ഗ്രഹിച്ചു. നോക്കൂ ചേട്ടാ, ഇവൾ വലിച്ചു തീർത്ത കുറ്റികളും കുടിച്ച ബോട്ടിലുകളും. രമണി പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ ശേഖരൻ കത്തിയും കുടവും താഴെ വെച്ച് ബെഡിൽ കിടക്കുന്ന ചിന്നുകുട്ടിയെ വാരിയെടുത്ത് മടിയിലിരുത്തി. അവളിൽ അല്പമെങ്കിലും ജീവൻ ബാക്കിയുണ്ടോ എന്ന് അയാൾ നോക്കി. താൻ വൈകിപ്പോയിരിക്കുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി. അയാളിലെ ക്രോധം അണപൊട്ടിയൊഴുകി. ഈ അറുവാണിച്ച് വെറുതെ വിട്ടുകൂടാ, നീ പോലീസിനെ വിളിക്കൂ. ചിന്നുകുട്ടിയെ ബെഡിൽ കിടത്തി നിവരവേ ശേഖരന് അപ്രതീക്ഷിതമായി കഴുത്തിന് വെട്ടേറ്റു. നീ എന്നെ പോലീസിൽ അറിയിക്കും അല്ലേടാ? ഉണ്ടാക്കിയ മോളോട് ഇഷ്ടമില്ലാണ്ട് കണ്ടവൻ്റെ കുട്ടിയോടല്ലേ എൻ്റെ അപ്പൻ ഇപ്പോഴും സ്നേഹം. ഥൂ എന്ന് പറഞ്ഞ് വിജിത ശേഖരനെ അവൻ തന്നെ കൊണ്ടുവന്നു വെച്ച ആ വെട്ടുകത്തിയാൽ വീണ്ടും ആഞ്ഞു വെട്ടി. അവളുടെ സ്വബോധം നഷ്ടപ്പെട്ടിരുന്നു. രണ്ടാമത്തെ വെട്ട് ശേഖരൻ കൈകൊണ്ട് തടഞ്ഞു.
ആ ശക്തിയിൽ മൂർച്ചയേറിയ വെട്ടുകത്തി താഴെ തെറിച്ചു വീണു. രമണിയുടെ കാൽച്ചുവട്ടിലാണ് ആ കത്തി വന്നു വീണത്. നിമിഷ നേരം കൊണ്ട് കഴുത്തിന് വെട്ടേറ്റ ശേഖരൻ പിടഞ്ഞു മരിച്ചു. രണ്ടുപേരുടെ ജീവനെടുത്തപ്പോൾ വിജിതയുടെ ബാധ അടങ്ങിയിരുന്നു. അവൾ ഒരു മൂലയിൽ ചുരുണ്ടു കുത്തിയിരുന്നു. എന്നാൽ അതിശക്തമായ ക്രോധം രമണിയിൽ പ്രതികാരവാഞ്ച ജനിപ്പിച്ചു. എൻ്റെ ഓമന മകളെയും പ്രിയതമനെയും വകവരുത്തിയ ഈ നീചയെ ഇനി ഒരു നിമിഷം പോലും ബാക്കി വെച്ചുകൂടാ. മൂലയിൽ കുത്തിയിരിക്കുകയായിരുന്ന അവളെ രമണി ആ വെട്ടുകത്തി ഉപയോഗിച്ച് ആഞ്ഞുവെട്ടി. കലിപ്പ് തീരുവോളം ആഞ്ഞുവെട്ടി. സംഹാരരുദ്രയെപ്പോലെ അവൾ അലറി. നാട്ടുകാർ കാണുമ്പോൾ 3 പേർ മരിച്ചു കിടക്കുകയാണ്. നാടിനെ നടുക്കിയ ആ കൊലപാതക കഥയിൽ രമണി 3 പേരെ നിഷ്കരുണം കൊന്ന കൊലപാതക പ്രതിയാണ്. അവളൊന്നും തിരുത്താൻ പോയില്ല. ആരോടും കൂടുതലൊന്നും പറഞ്ഞില്ല. എല്ലാം ഞാൻ ചെയ്തത് അത്രമാത്രം അറിഞ്ഞാൽ മതി. നിസ്സംഗതയും നിർവികാരയുമായ അവൾ കോടതിയിലും അങ്ങനെ തന്നെ ആവർത്തിച്ചു. കാരണം അവൾക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലായിരുന്നു. ആർക്കു വേണ്ടി ജീവിക്കണം? എന്തിനു വേണ്ടി ജീവിക്കണം? പ്രോസിക്യൂഷന് വളരെ എളുപ്പം അവളെ പ്രതിയാണെന്ന് ഉറപ്പുവരുത്താൻ സാധിച്ചു. അതുവഴി തൂക്കുകയർ തന്നെ കോടതി വിധിച്ചു. സംഭവത്തിനു ശേഷം 6 മാസത്തിനകം ആ വിധിയും വന്നു. നാളെ പുലർച്ചെ രമണിയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ളതാണ്. അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്. എൻ്റെ മകൾ ചിന്നുകുട്ടി അന്നത്തെ പകൽ ഭക്ഷണം പോലും കഴിക്കാതെയാണ് മരണപ്പെട്ടിരിക്കുന്നത്. കണ്ണിമാങ്ങ അച്ചാറിൻ്റെ രുചി എന്താണെന്ന് പോലും എൻ്റെ പൈതൽ അറിഞ്ഞില്ല. സത്യത്തിൽ കണ്ണിമാങ്ങ അച്ചാർ ഒന്ന് രുചിച്ചു നോക്കുവാൻ പോലും അവൾക്ക് ദൈവം അവസരം നൽകിയില്ല. അമ്മ വിരൽ കൊണ്ട് തൊട്ട് രുചി നോക്കുമ്പോൾ പോലും അവളുടെ കുഞ്ഞു ചുണ്ടത്ത് ഒന്നുരയ്ക്കാൻ ഈ ഭാഗ്യദോഷിയായ അമ്മ മറന്നുപോയിരുന്നു. ദൈവമേ, അവളേറെ ആഗ്രഹിച്ചതായിരുന്നു അന്നുച്ചയ്ക്കുള്ള കണ്ണിമാങ്ങയും കൂട്ടിയുള്ള ഭക്ഷണം. അവൾ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന ആ മാവിൻ തൈയിലാണ് ആദ്യമായി ആ കണ്ണിമാങ്ങ പിടിച്ചത്. എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു ഉപകാരം ചെയ്യണം. എൻ്റെ വീടിൻ്റെ തട്ടുംപുറത്ത് ഒരു കണ്ണിമാങ്ങ അച്ചാർ ഭരണിയുണ്ട്. അതെനിക്ക് കൊണ്ടുവന്ന് തരണം. മരിക്കുന്നതിന് മുൻപായി എനിക്ക് എൻ്റെ ചിന്നിക്കുട്ടിക്ക് 2 ഉരുളച്ചോർ ആ കണ്ണിമാങ്ങയിൽ കുഴച്ച് നൽകണം. അവൾ ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ അവസാനത്തെ നിമിഷ ആഗ്രഹമായിരുന്നു ആ കണ്ണിമാങ്ങ അച്ചാർ രുചിക്കുക എന്നത്. ഈ അമ്മ ജീവിച്ചിരിക്കുമ്പോഴെങ്കിലും അവളുടെ ആഗ്രഹം അവളുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തിയെങ്കിലും സാധിക്കണം. അടുത്ത സൂര്യോദയത്തിനു മുമ്പ് മരിക്കാൻ പോകുന്ന ഞാൻ അവളുടെ ആത്മാവിന് വേണ്ടി ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ എൻ്റെ ആത്മാവും ഗതി കിട്ടാതെ അലയും സാർ. രമണി സാറന്മാരെ കൈകൂപ്പി തൊഴുതുകൊണ്ട് പറഞ്ഞു. മകളെ ഓർത്ത് വേവുന്ന ആ അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി വന്നു. അന്ന് അത്താഴത്തിന് മുൻപ് കണ്ണിമാങ്ങ അച്ചാർ ഭരണി ജയിലിലേക്ക് അധികൃതർ ബഹുമാനത്തോടെ എത്തിച്ചു കൊടുത്തു. രമണി കണ്ണീരോടെ ഒരില വെച്ച് കണ്ണിമാങ്ങ അച്ചാറിൽ കുഴച്ചെടുത്ത 2 ഉരുള ചോറ് ഉരുട്ടി ആ ഇലയിൽ വെച്ചു. ഒരു നിമിഷം ചിന്നുകുട്ടിയെ സ്മരിച്ചു. കണ്ണുനീർ തുള്ളികൾ ആ ഇലയിൽ പതിച്ചു. അത്താഴം കഴിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു വറ്റുപോലും ഇറങ്ങിയില്ല. അവളും ഒരു യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണല്ലോ. ചിന്നുകുട്ടിയും ശേഖരേട്ടനും നേരത്തെ പോയ ആ ലോകത്തേക്ക്. പിറ്റേന്ന് രാവിലെ അധികൃതർ ആ വധശിക്ഷ നടപ്പിലാക്കി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.